വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CRAയുടെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒരു റിവിഷൻ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ 2 യൂണിറ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോയും, രണ്ടാമത്തെ യൂണിറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ആണ് വാട്ട് ഈസ് എ കമ്പനി. എന്താണ് കമ്പനി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ കമ്പനി? എന്താണ് കമ്പനി? കമ്പനി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിംഗ് എ കോമൺ സീൽ ആൻഡ് പെർപെച്വൽ സക്സഷൻ. അപ്പോൾ കമ്പനി എന്നത് ഒരു വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ കൂടിയാണ്. അത് ആരെ ക്രിയേറ്റ് ചെയ്ത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. പിന്നെ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് ലിമിറ്റഡ് ലയബിലിറ്റി, അതിന് ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഒരു കോമൺ സീൽ ഉണ്ട്. അതുപോലെ പെർപെച്വൽ സക്സഷൻസ് എന്താണ്? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഒരാളുടെ മരണത്തോടെ ഒന്നും ഇത് കമ്പനി വൈൻഡപ്പ് ആവുകയില്ല. ഇറ്റ് ഈസ് ഹാവിങ് എ പെർപെച്വൽ സക്സഷൻ. ഇതാണ് കമ്പനിയുടെ ഡെഫിനേഷൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് കമ്പനി ഓർ ഡിഫൈൻ എ കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി. ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഫസ്റ്റ് ക്യാരക്ടർ ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? മെയിൻ ഫീച്ചർ ഓഫ് എ കമ്പനി ഈസ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ട്. എ കമ്പനി ഈസ് ഇൻ ലോ റിഗാർഡ് ആസ് എൻ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പർ. അപ്പോൾ എന്താണ് കമ്പനി എന്ന് പറയുമ്പോൾ അതിലെ മെമ്പറും കമ്പനിയും സെപ്പറേറ്റ് ആണ്. കമ്പനിക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് മെമ്പർ. കമ്പനീസ് മണി ആൻഡ് പ്രോപ്പർട്ടി ബിലോങ് ടു ദ കമ്പനി ആൻഡ് നോട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ മണിയും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടി ആർക്കുള്ളത്? ആ കമ്പനിക്ക് മാത്രമുള്ളതാണ്, അല്ലാണ്ട് അത് ഷെയർ ഹോൾഡേഴ്സിനുള്ളതല്ല. അപ്പോൾ അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് മെയിൻ ക്യാരക്ടർ. സെക്കൻഡ് ക്യാരക്ടർ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താ ലിമിറ്റഡ് ലയബിലിറ്റി നോക്കാം. It is because of this feature that a great number of people invest money in limited companies. ഈ ഒരു ഫീച്ചർ കൊണ്ടാണ് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ലിമിറ്റഡ് കമ്പനീസ് കൊണ്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എ കമ്പനി മേ ബി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഓർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി എന്താവും? ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇനി എന്താണ് ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോക്കണം. In a company limited by share, the liability of member is limited to the unpaid value of the share. എന്താണ്? നമ്മുടെ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ മേടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്നത് ആ ഷെയറിൻ്റെ വിലയില്ലേ ആ എമൗണ്ട് എന്തോരം ഇനി അൺപെയ്ഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പേ ചെയ്യാനുണ്ട്, ആ വാല്യൂ അത്ര ഉണ്ടാവുകയുള്ളൂ അവരുടെ ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 രൂപയുടെ ഷെയർ മേടിച്ചിട്ടുള്ളെങ്കിൽ അതിൽ 50 രൂപ അടച്ചു കഴിഞ്ഞു. ഇനി അവർ ലയബിലിറ്റി എന്നത് ബാക്കി വെറും 50 രൂപ മാത്രം. ഇനി ആ കമ്പനി പൊളിഞ്ഞു പോയാലും അല്ലെങ്കിൽ വൈൻഡപ്പ് പോയാലും പോലും അവരുടെ ലയബിലിറ്റി എന്നത് വെറും 50 രൂപ മാത്രമായിരിക്കും. അതാണ് ലിമിറ്റഡ് ബൈ ഷെയർ എന്നതിൻ്റെ അർത്ഥം. ഇനി എന്താണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോക്കാം. ദ ലയബിലിറ്റി ഓഫ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു സച്ച് എമൗണ്ട് ആസ് എ മെമ്പർ മേ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവന്റ് ഓഫ് ബീങ് വോണ്ട് ഔട്ട്. നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർ അടച്ചോളാം എന്ന് ഗ്യാരണ്ടി എമൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്ന ഷെയർ ഹോൾഡർ അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ ഈ കമ്പനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ 100 രൂപ തന്നോളാം എന്ന് പറയുകയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി എന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് വരുന്ന ആകെ ലയബിലിറ്റി എന്നത് 100 രൂപ മാത്രമായിരിക്കും. ഇതാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നത്. അപ്പോൾ കമ്പനി ക്യാൻ ബി ഇൻകോർപ്പറേറ്റ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഓൾസോ. പക്ഷേ എല്ലാ കമ്പനികളും ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനി ആയിരിക്കില്ല. ദർ മേ ബി കമ്പനീസ് ഹാവിങ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഓൾസോ. ഇനി തേർഡ് പോയിന്റ് ആണ് പെർപെച്വൽ സക്സഷൻ എന്ന് നോക്കാം. എ കമ്പനി നെവർ ഡേയ്സ്. നമുക്കറിയാം ഒരു കമ്പനി ഒരാളില്ല പോയി എന്ന് വെച്ചിട്ട് കമ്പനി ഒരിക്കലും നിൽക്കുകയില്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ എനി മാനർ അഫക്റ്റഡ് ബൈ ഇൻസോൾവൻസി, മെന്റൽ ഡിസോർഡർ ഓർ ഡെത്ത് ഓഫ് എനി ഓഫ് ഇറ്റ്സ് മെമ്പർ. ഒരു മെമ്പർ ഇൻസോൾവൻ്റ് ആയി പോയെന്നോ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ആയെന്നോ അല്ലെങ്കിൽ എന്താണ് ഡെത്ത് ആയതോ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഒരു കമ്പനി നിന്ന് പോകില്ല. അങ്ങനെ ഒരു മെമ്പറിൻ്റെ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ട് കമ്പനി ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ആവുകയില്ല. ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ ഇറ്റ്സ് മെമ്പർ ആർ ഡെഡ്. കമ്പനിയിൽ നിലനിന്നിരുന്ന എല്ലാ മെമ്പേഴ്സും മരിച്ചാൽ പോലും കമ്പനി എന്ത് ചെയ്യും? അത് എക്സിറ്റ് ചെയ്തിരിക്കും. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് ഓഫ് ലോ ആൻഡ് ക്യാൻ ബി പുട്ട് ആൻ എൻഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ലോ. കമ്പനി എന്നത് ക്രിയേറ്റ് ചെയ്തത് ലോ വെച്ചാണ്. അപ്പോൾ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെമ്പേഴ്സ് മരിച്ചോ എന്നോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം? ആ കമ്പനി അല്ലെങ്കിൽ എന്താണ് പുട്ട് ടു ആൻ എൻഡ്. അത് വേണമെങ്കിൽ അത് only through the process of law വെച്ച് മാത്രമേ നമുക്ക് കമ്പനി വൈൻഡപ്പ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതാണ് പെർപെച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. നാലാമത്തെയാണ് കോമൺ സീൽ. ആസ് എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇറ്റ് കനോട്ട് സൈൻ ഇറ്റ്സ് നെയിം ഓൺ എ കോൺട്രാക്ട്. എന്താ നമുക്കറിയാം
എന്താണ് കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്റ്റിലും. കാരണം കമ്പനി ഏർപ്പെടുന്ന കോൺട്രാക്റ്റിൽ കമ്പനിയുടെ പേരാ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് സൈൻ ചെയ്യാനുള്ള ഇതില്ല, കാരണം they are only an artificial person. So when a company enter into a contract through its agent, it is authenticated and made binding on the company by affixing the common seal of the company. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഏജന്റ് എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ആ കോമൺ സീലായിരിക്കും വയ്ക്കുക. അപ്പോൾ കമ്പനിയുടെ സീൽ വെച്ചാൽ എന്താണ് അർത്ഥം, ആ കമ്പനിയുടെ സിഗ്നേച്ചർ പോലെയാണ് അതിനെ വാല്യൂ ചെയ്യുന്നത്. കോമൺ സീൽ ഹാസ് ദ നെയിം ഓഫ് ദ കമ്പനി എൻഗ്രേവ്ഡ് ഓൺ ഇറ്റ്. ആ സീൽ എന്തുണ്ടാവും, നമ്മുടെ കമ്പനിയുടെ പേര് കാണിച്ചിട്ടുണ്ടാവും. It also implies that if common seal is not affixed, the contract will not belong binding on the company. അപ്പോൾ ആ ഒരു സീൽ വച്ചിട്ടില്ലെങ്കിൽ എന്താണ് അർത്ഥം, ആ കമ്പനി ആ ഒരു കോൺട്രാക്റ്റിൽ കമ്പനിക്ക് ഒരു ഇടപാടും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ആ കോമൺ സീൽ വെച്ചാൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് കമ്പനിയുടെ പേരിൽ വരികയുള്ളൂ. അതാണ് കോമൺ സീൽ. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. The share of a company are freely transferable and can be bought or sold in the share market. കമ്പനിയുടെ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫറബിൾ ആണ്. നമുക്ക് ഇപ്പം ഞാനൊരു ഷെയർ വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യാം, ആ ഷെയർ എനിക്ക് കൊണ്ട് മറ്റൊരാൾക്ക് വിൽക്കാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ കൊണ്ട് എനിക്കത് സോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പുതിയ ഷെയർ വാങ്ങിക്കുകയും ചെയ്യാം. ബട്ട് എന്തായിരിക്കണം, ദ ആർട്ടിക്കിൾ ഓഫ് ദ കമ്പനി ക്യാൻ പ്രിസ്ക്രൈബ് ദ മാനർ ഓഫ് ട്രാൻസ്ഫർ ഷെയർ. പക്ഷെ നമ്മുടെ ആ ഒരു കമ്പനിയുടെ മെമ്മോറണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ അങ്ങനെ ഒരു സാധനം സ്പെസിഫൈ ചെയ്തിട്ടില്ല. പറയാണ് ഇവിടെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ഇസ് നോട്ട് അലൗഡ് എന്ന് നമ്മുടെ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു ഇത് ഓപ്ഷൻ നമ്മുടെ ആർട്ടിക്കിളിൽ കാണിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അഞ്ചാമത്തെ ക്യാരക്ടർ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. 6th പോയിന്റ് ആണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. സെപ്പറേറ്റ് പ്രോപ്പർട്ടി വെച്ച് എന്താണ്, കമ്പനി പറഞ്ഞു ഒരു ലീഗൽ പേഴ്സൺ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ റൈറ്റ് ഉണ്ട്, സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും തോന്നുമ്പോൾ അത് കളയാനുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. മെമ്പേഴ്സ്, നമ്മുടെ കമ്പനി മെമ്പേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ ഒരു ജോയിന്റ് ഓണേഴ്സ് ആവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇൻ അതർ വേർഡ്സ്, ദ ഷെയർ ഹോൾഡർ ഡോണ്ട് ഹാവ് എനി പ്രോപ്പർട്ടിയൽ റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. അപ്പം എന്താണ്, ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ മേലെ ഒരിക്കലും ഒരു റൈറ്റ് ഓണർഷിപ്പ് കിട്ടുകയില്ല. അതാണ് 6th പോയിന്റ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി. 7ാമത്തെയാണ് കപ്പാസിറ്റി സ്യൂ ആൻഡ് ബി സ്യൂഡ്. എന്താണ്, എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം. കമ്പനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ എതിരെ നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം. ദിസ് കേപ്പബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്. അപ്പം എന്താണ്, ഈ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു സാധാ ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കമ്പനീനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൈറ്റ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ദോ ഇറ്റ് ഹാസ് നെയ്തർ എ ബോഡി നോർ എ സോൾ, ദ ലോ റെക്കഗ്നൈസ് ഇറ്റ് ആസ് എ പേഴ്സൺ. കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അവർക്ക് സ്വന്തമായിട്ടൊരു ബോഡിയോ അല്ലെങ്കിൽ സോളോ ഇല്ലെങ്കിൽ പോലും ലോ പറയുന്നത് അതൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. However, since it is not a natural person, it could act only through the board of directors elected by the shareholders. പക്ഷെ എന്താണ്, അതൊരു നാച്ചുറൽ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്, ആൻഡ് ദിസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ഓൺലി ത്രൂ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൂടെയാണ് കമ്പനിയുടെ കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നത്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആരെ സെലക്ട് ചെയ്യുന്നത്, സെലക്ടഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഇവരെ എലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി ആക്ട് 2013. ഫസ്റ്റ് വൺ ആണ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കമ്പനി ആക്ട് 1956 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2013 ഒന്നുകൂടി എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് വൈഡർ സ്കോപ്പ്. 1956 ആക്ട് കവർ ചെയ്യുന്ന ഏരിയയെക്കാളും ഒന്നുകൂടി കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ 2013 നമ്മുടെ കമ്പനി ആക്ടിന് സാധിച്ചിട്ടുണ്ട്. ദെൻ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഈ പുതിയ ആക്ടിൽ ഒന്നുകൂടി ലിബറലാണ്, അഡ്മിനിസ്ട്രേഷനൊക്കെ ഒന്നുകൂടി സിമ്പിളും ലിബറലാണ്. പക്ഷെ എന്തുകൂടി ഉണ്ട്, ദേ ഗീവ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. പഴയ ആക്ടിനേക്കാളും ഒന്നും കൂടി പണിഷ്മെൻറ്റ് എന്താണ് കൂട്ടിയേക്കാണ് നമ്മുടെ ഈ ഒരു പുതിയ ആക്ട്. സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്ക്. നമ്മുടെ സിവിലും ക്രിമിനൽ ലോ വയലേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം പെനാൽറ്റീസ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് വേണ്ടി വരികയാണ്. കാരണം സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ആക്കി. അതുകൊണ്ട് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ 2013 ആക്ട് സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇറ്റ് ഇസ് സൂട്ടഡ് ഫോർ ദ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഗ്ലോബലൈസ്ഡ് വേൾഡിന് സൂട്ടഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കമ്പനി ആക്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, പുതിയ കമ്പനി ആക്ട് വന്നിട്ടുള്ളത്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.
കമ്പനിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഡയമെൻഷനാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒന്നുകൂടിയും ഈ ഒരു ആക്ട് ഒന്നുകൂടിയും കൂടുതൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പോസിബിലിറ്റീസ് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ഒരു ആക്ടാണ് കമ്പനി ആക്ട് 2013 എന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞ പോലെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കമ്പനിക്ക് എന്തുണ്ട്, കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമ്മൾ നേരത്തെ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്നാണ്. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, ദേ ആർ സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ മെമ്പേഴ്സ്. അപ്പോൾ എന്താണ്, നമുക്കൊരിക്കലും മെമ്പേഴ്സ് ചെയ്ത കാര്യത്തിന് എന്തേണ്ട ആവശ്യമില്ല, കമ്പനി അതിൽ പണിഷ്മെൻറ്റ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം കമ്പനി വേറെ മെമ്പേഴ്സ് വേറെ. അപ്പോൾ മെമ്പേഴ്സ് ചെയ്യുന്ന തെറ്റുകൾക്ക് മെമ്പേഴ്സിന് അന്വേഷിക്കേണ്ട പണിഷ്മെൻറ്റ് കിട്ടുക. അങ്ങനെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലോ വച്ചിട്ടുള്ളതാണ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് വണ്ണാണ് പെർപെച്വൽ സക്സഷൻ. എന്താണ്, അവിടെ കമ്പനി എന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. ഒരിക്കലും അതിൽ മെമ്പേഴ്സ് പോയെന്നോ ഇൻസോൾവെൻ്റ് ആയെന്നോ ഡെത്ത് ആയെന്നോ മെൻ്റൽ ഡിസോർഡർ വന്നു വെച്ചിട്ട് കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല, എൻഡ് ചെയ്യുകയില്ല. കമ്പനിക്ക് എപ്പോഴും ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ ഒന്നില്ലെങ്കിൽ അത് സോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്താണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. മെമ്പറും മെമ്പേഴ്സിൻ്റെ കമ്പനിക്കും 2 സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരിക്കലും കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ മേൽ മെമ്പേഴ്സിന് ഒരു റൈറ്റും ഓണർഷിപ്പോ ഉണ്ടാവുകയില്ല. അതിൻ്റെ ഫുൾ ഓണർഷിപ്പ്, സോൾ ഓണർഷിപ്പ് കമ്പനിക്ക് മാത്രം ഉള്ളതാണ്. അടുത്താണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, കമ്പനിക്ക് മറ്റൊരാളുടെ പേര് പണിഷ്മെൻറ്റ് റൈറ്റ്, ശിക്ഷ കൊടുക്കാൻ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്യൂ ചെയ്യാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടു ബി സ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ കമ്പനിയുടെ എതിരെ വേറെ ആൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള റൈറ്റും കൂടി ഉണ്ട്. അതാണ് കപ്പാസിറ്റി സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രൊസീജിയൽ ഫോർമാലിറ്റി. ഒരു കമ്പനി ഫോം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ പ്രൊസീജിയർ ഉള്ളൊരു ഫോർമാലിറ്റിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ വളരെ എക്സ്പെൻസീവ് ആണ്. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ പ്രോസസ്സ് എന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ കമ്പനി ഈസ് നോട്ട് എ സിറ്റിസൺ. ഒരിക്കലും കമ്പനി എന്താണ്, കമ്പനിക്ക് സിറ്റിസൺ സ്റ്റാറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ എന്താണ്, കമ്പനി ഒരിക്കലും സിറ്റിസൺ അല്ല. അതാണ് അടുത്ത പോയിന്റ്. അടുത്താണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വീല്. ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വീല് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ഒരു കോർപ്പറേറ്റ് വീൽ, ഒരു കർട്ടൻ ഇട്ടുണ്ട് കമ്പനി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ചില കേസിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ കർട്ടൻ പൊക്കിയിട്ട് പറയും കമ്പനിയും അതുപോലെ തന്നെ അതിലെ മെമ്പേഴ്സും സെപ്പറേറ്റ് അല്ല, അവർ ഒന്നാന്ന് പറയും. കാരണം ചില കേസിൽ മെമ്പേഴ്സ് എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് അത് കമ്പനിയുടെ പേരിലാക്കി കമ്പനിക്കെതിരെ കേസ് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ മെമ്പേഴ്സ് ഫ്രീ ആയിരിക്കും ആ പണിഷ്മെൻറ്റിൽ നിന്ന്. എന്നാൽ ആ ഒരു കേസിൽ കോർട്ടിന് തോന്നാണ് ഇവിടെ മെമ്പേഴ്സ് പറഞ്ഞ സത്യമല്ല തോന്നിക്കഴിഞ്ഞാൽ കമ്പനി മെമ്പേഴ്സും ഒന്നാണെന്നും ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന കൺസെപ്റ്റ് ഇല്ലാണ്ടാക്കി അവർ ഒന്നാന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരും. അതാണ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വിൽ. അപ്പോൾ ഈ അവരുടെ ലോ പറഞ്ഞ അനുസരിച്ച് എന്താണ്, 2 സെപ്പറേറ്റാണ്. പക്ഷേ ചില കേസിൽ അതല്ലാണ്ടാക്കുമ്പോൾ അത് നമ്മുടെ വലിയൊരു ഇൻകോർപ്പറേഷൻ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം അത് മാറ്റി പറയുക ചെയ്യുന്നത് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സെക്കൻഡ് യൂണിറ്റ് ആണ്, അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്പനീസിലെ മെയിൻ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ്. നമുക്ക് അതിൻ്റെ ഓരോ ഹെഡ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, രണ്ടാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, തേർഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, fourth one on the basis of control, fifth one on the basis of size of the company, last one on the basis of ownership. So first classification on the basis of incorporation. On the basis of incorporation എന്ന് പറയുമ്പോൾ അതിൽ 3 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉള്ളത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി ആൻഡ് ചാർട്ടേർഡ് കമ്പനി. ഒന്നാമത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എന്താണ് നോക്കാതെ, എ കമ്പനി മേ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻ ഓഫ് എ സ്പെഷ്യൽ ആക്ട് ഓർ ദ പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഒരു പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ ആക്റ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൊണ്ടുവന്ന സ്പെഷ്യൽ ആക്ടിലൂടെ ഏതെങ്കിലും കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്.
നെക്സ്റ്റ് ആണ് രജിസ്റ്റേർഡ് കമ്പനി. എന്താ രജിസ്റ്റേർഡ് കമ്പനി? ദീസ് ആർ ദ കമ്പനി വിച്ച് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഫോം അണ്ടർ ദ കമ്പനി ആക്ട് 2013 ഓർ ഏർലിയർ കമ്പനി ആക്ട്. കമ്പനി ആക്ടിന് കീഴിൽ ഫോം ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ രജിസ്റ്റേർഡ് കമ്പനി ചിലപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ലാസ്റ്റ് വൺ ആണ് ചാർട്ടേർഡ് കമ്പനി. ദീസ് ആർ കമ്പനി വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ദ ഗ്രാൻഡ് ഓഫ് ലോയൽ ചാർട്ടേഴ്സ് ബൈ ദ ക്രൗൺ. അവിടുത്തെ കിങ് ക്രിയേറ്റഡ് ബൈ ദ ഗ്രാൻഡ് ഓഫ് റോയൽ ചാർട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ചാർട്ടേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മൾ ഏറ്റവും പരിചയമുള്ള കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഇത് ചാർട്ടേർഡ് കമ്പനിയിൽ വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ഫസ്റ്റ് വൺ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി, രണ്ടാമത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് ബൈ ഷെയറും അതുപോലെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും. ലിമിറ്റഡ് ബൈ ഷെയർ വെച്ച് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ആ എമൗണ്ട് ഓഫ് ഷെയർ, ആ ഷെയറിലെ അൺപെയ്ഡ് വാല്യൂ മാത്രമേ ആ ഒരു മെമ്പറിനുള്ള ലയബിലിറ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്താണ്, നമ്മുടെ കമ്പനി എന്തെങ്കിലും പറ്റുകയോ വൂണ്ടപ്പോ അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ അവർ കൊടുക്കാം ഗ്യാരണ്ടി എമൗണ്ട്, ആ എമൗണ്ട് മാത്രമേ അവരുടെ ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നത്. നെക്സ്റ്റ് ആണ് കമ്പനി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ്, എ കമ്പനി നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് കോൾഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ആ കമ്പനി മെമ്പേഴ്സ് എന്തുണ്ടാവില്ല, ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും ലയബിലിറ്റിയിൽ. ആ കമ്പനി ചിലപ്പോൾ കമ്പനിയുടെ ഫുൾ ലയബിലിറ്റി ചിലപ്പോൾ ഒരു മെമ്പർ തന്നെ ഏൽക്കേണ്ടി വരേക്കും. അങ്ങനെ ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത ഒരു ലിമിറ്റും കമ്പനി സെറ്റ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ് കമ്പനി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നത്. നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് കമ്പനീനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഷെയറിൻ്റെ റൈറ്റ്, ട്രാൻസ്ഫർ റൈറ്റ് അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്ന് ഇൻവിറ്റേഷൻസ് പാടില്ല, അതും പാടില്ലാത്ത ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി വെച്ച് എന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള അത്ര മിനിമം പേയ്ഡ് ഓഫ് ഷെയർ എന്തുണ്ടാവണം, നമ്മുടെ പബ്ലിക് കമ്പനിക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയുടെ മിനിമം ക്യാപിറ്റൽ എത്രയാണ്, 5 lakh ഉണ്ടാവണം. അതാണ് മിനിമം പേയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനി പബ്ലിക് കമ്പനി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനി ഇസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി ഹാവിംഗ് വൺ പേഴ്സൺ ആസ് എ മെമ്പർ. ആ ഒരു കമ്പനിയിലാകെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് മെമ്പറായിട്ട്. അങ്ങനെയുള്ള കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്നത്. നമ്മൾ കമ്പനി ആക്ട് 2013 ഫോം ചെയ്ത ഒരു ന്യൂ ഫോം ഓഫ് കമ്പനിയാണ് ഈ വൺ പേഴ്സൺ കമ്പനി എന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. 2 ടൈപ്പ് ഉണ്ട്, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. എന്താണ് ഹോൾഡിംഗ് കമ്പനി? എ കമ്പനി ഇസ് നോൺ ആസ് ദ ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദ അതർ കമ്പനി. മറ്റൊരു കമ്പനിയുടെ മേലെ ഒരു കൺട്രോൾ വേറൊരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി എന്നത്. അപ്പോൾ എന്താണ് സബ്സിഡറി കമ്പനി? എ കമ്പനി ഇസ് നോൺ ആസ് സബ്സിഡറി ഓഫ് അനദർ കമ്പനി വർ കൺട്രോൾ എക്സസൈസ് ബൈ ദ ലാറ്റർ ഓവർ ദ ഫോമർ കോൾഡ് എ സബ്സിഡറി കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുടെ മേലെ വേറെ കമ്പനിയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി ഉണ്ട്, ബീനെ കൺട്രോൾ ചെയ്യുന്ന എ ആണെങ്കിൽ എയുടെ സബ്സിഡറി കമ്പനിയാണ് ബി എന്നത്. അതാണ് സബ്സിഡറി കമ്പനി. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. നമുക്ക് 2 ക്ലാസ്സിൽ ചെയ്യാം. ഗവൺമെൻറ് കമ്പനി ഉണ്ട്, അതുപോലെ നോൺ ഗവൺമെൻറ് കമ്പനി ഉണ്ട്. എന്താണ് ഗവൺമെൻറ് കമ്പനി? എ ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഒരു കമ്പനി അവിടെ 51% ഓഫ് പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റലും വഹിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അത് ജോയിൻലി ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനി വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ് കമ്പനി എന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഫോറിൻ കമ്പനി. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ ഫോറിൻ കമ്പനി എന്നത്? എ കമ്പനി which has a place of business in India or by itself or through an agent physically or through electronic mode. ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലല്ല, അതിന് ഇൻകോർപ്പറേറ്റഡ്. അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഫോറിനിലാണ്, പക്ഷേ അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്. ഒന്നില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻറ്റ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ കൺട്രോൾ ചെയ്യുക. ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്, ഒന്നില്ലെങ്കിൽ ഫിസിക്കലി ഇവിടെ ആളുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലേക്ക് അവർ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ അതർ മാനർ. വേറെ ഏത് രീതിയിൽ അവർ ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുകയാണ്, പക്ഷേ അത് ഇൻകോർപ്പറേഷൻ എവിടെ ആയിരിക്കണം, അത് ഔട്ട്സൈഡ് ദ ഇന്ത്യ ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനി വിളിക്കുന്ന പേരാണ് ഫോറിൻ കമ്പനി എന്നത്.